സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്രോജക്റ്റിൽ നിന്ന് നമ്പർ 34 വാങ്ങിയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരുമിനൂർ സ്വദേശി യൂനസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നുള്ള വന്നിട്ടുണ്ട്. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്ലോട്ടൊക്കെ വന്ന് കണ്ടു, ബുക്ക് ചെയ്തു, അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ആധാരം വാങ്ങിക്കാൻ വേണ്ടി യൂനസും കുടുംബം വന്നിരിക്കുകയാണ്. അവർക്ക് ആധാരം ഹാൻഡ് ഓവർ ചെയ്യാണ്, നമുക്കത് കൊടുക്കാം. സാധാരണ ആധാരം വാങ്ങുമ്പോൾ ആളും ഭാര്യയും കുട്ടികളൊക്കെ വരും. ഇത് അതിൽ ഉപ്പാനെ കൂടി കൂട്ടിയിട്ട് വളരെ മഹത്തരമായ ഒരു കർമ്മമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആധാരം കൈമാറുകയാണ്. ആധാരം വാങ്ങിക്കുന്നത് യൂനസിൻ്റെ ഉപ്പ. യൂനസും ഫാമിലിയും നമ്മുടെ പ്രൊജക്റ്റിൽ വന്ന് ആധാരം എല്ലാം കൈമാറി വളരെ സന്തോഷത്തിലാണ് അല്ലേ? ഉപ്പാക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അപ്പൊ അങ്ങനെ ഇതുപോലത്തെ ഒരു പ്രൊജക്റ്റ് മുമ്പ് അങ്ങനെ കണ്ടിട്ടുണ്ടോ? നമുക്ക് സാധാരണമായിട്ടുള്ള നമ്മൾ തെങ്ങ്, വാഴ, കുരുമുളക്, ഇങ്ങനെ പല കൃഷികൾ നമുക്ക് സർവ്വസാധാരണമാണ്. പക്ഷേ ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും മനസ്സിലാക്കാതെ പോയ നമ്മുടെ നാടിൻ്റെ മരമാണ് ചന്ദനമരം. ഈ മരം നമ്മുടെ നാടിൻ്റെ മരമായിട്ട് പോലും ഭൂരിഭാഗം ആൾക്കാരും അറിയാതെ പോയി. ഞാൻ ഉൾപ്പെടെ, ഞാൻ ഏകദേശം അറിയാലോ, 26 വർഷത്തോളം മരത്തിൻ്റെ ഫീൽഡിൽ സഞ്ചരിച്ച ആൾ പോലും കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് നിരന്തരം പഠനങ്ങളും അന്വേഷണങ്ങളും ഗവേഷണങ്ങളുമായിട്ടുള്ള നിരന്തര ഒരു യാത്ര തന്നെയായിരുന്നു. അതിനൊടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ മരത്തിൻ്റെ വർക്കും കാര്യങ്ങളായിട്ടും കൺസ്ട്രക്ഷൻ വർക്കും കോൺട്രാക്ട് വർക്കുകളൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാലോ, ഇന്ത്യൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യേണ്ടത് നമ്മൾ അറിയാതെ പോയാൽ ഈ പണം കായ്ക്കുന്ന മരത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ മരത്തിനെ നമ്മളിത് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ബോധത്തിലാണ് നമ്മൾ ഇതിൽ അതൊക്കെ മാറ്റി വെച്ച് ഇതിൽ ഫുള്ള് പിടിക്കട്ടെ. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗം നമ്മൾ ഒരു വർഷം കറക്റ്റ് ഡേറ്റ് ഉണ്ട്. ഓരോ ഭാഗത്തും പ്ലാൻ ചെയ്തതിൻ്റെ കറക്റ്റ് ഡേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു വർഷം കൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരാൾക്ക് മേലേക്ക് ഉയരത്തിലേക്ക് നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 15 കൊല്ലത്തെ പ്രൊജക്റ്റാണ് അല്ലേ? ആ ഒരു ബോധ്യത്തിനല്ലേ യൂണിസിനും തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. 15 വർഷം കൊണ്ട് നമ്മൾ മക്കളെ വലുതാവുന്ന പോലെ ഇത് നമുക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു വരമായിരിക്കും. അതിൽ യൂണിസ് അതിലേക്ക് ധാരാളം പ്രചോദനം തരുന്നത്. പ്രചോദനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപ്പാടെ കയ്യിൽ നിന്ന് നല്ലൊരു സഹായം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അത് ഞാൻ ഗൾഫിൽ നിന്ന് 39ാമത്തെ വയസ്സിൽ അവസാനിപ്പിച്ച് ഇവിടെ സെറ്റിലാവാൻ പ്രധാനമായും എൻ്റെ ഉപ്പാടെ സഹായം തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട് വെക്കുന്ന കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതുകൊണ്ട് ഇപ്പോൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ നാട്ടിൽ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ മക്കൾക്കും ലഭിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഈ ഒരു സംഗതി ചെയ്യാനുള്ള കാരണം. തീർച്ചയായിട്ടും 15 വർഷം കഴിയുമ്പോൾ 15 വർഷം കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് കല്യാണ പ്രായമായിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ പഠിപ്പിന്റെ സംഗതി ഉണ്ടാവും. അതിനൊന്നും ഒരാളുടെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോകാനുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് എതിർത്തുള്ളത്. ഇൻഷാ അല്ലാഹ് പഠിച്ചത് വിജയിക്കും എന്നുള്ളൊരു വിശ്വാസം. കാരണം നടത്തുന്നവരെ കൂടി നമ്മളൊന്ന് നോക്കാറുണ്ട്. എന്ത് ബിസിനസ്, ഞാൻ 2 ബിസിനസ് ചെയ്തിരുന്ന ആളാണ്. നമ്മൾ അതിൽ സക്സസ് ആയിരുന്നു ഞാൻ. അപ്പോൾ അതിൽ ഞാൻ മെയിൻ നോക്കുന്നത് ഒപ്പമുള്ള ആൾക്കാരാണ്, നടത്തുന്നവരൊക്കെ. അതും ഞാൻ ഇതിൽ നോക്കിയിട്ടുണ്ട് മെയിനായിട്ട്. അതും അൽഹംദുലില്ലാഹ് എനിക്ക് അതിൽ വിജയിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയത് എന്തായാലും നസാഹിബ് പൂർണ്ണമായി വിജയിപ്പിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതിൽ നമ്മളിതിലേക്ക് ക്ഷണിക്കുന്ന ഓരോരുത്തരോടും നമ്മൾ ആ ഒരു അഷ്യൂരിറ്റി നമ്മൾ പറയണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ആവേശത്തിന് പുറത്തെടുത്ത് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റേ അല്ല. ഇവിടെ പലരും പല കൃഷിയുണ്ട്. എന്നാൽ നമുക്ക് നാളെ ചന്ദന കൃഷി തുടങ്ങാൻ വെച്ച് ഇറങ്ങിയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ പോയ നമ്മുടെ നാടിൻ്റെ പണം കായ്ക്കുന്ന മരം, ഇതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ നാട്ടിൽ വളരെ പെർഫെക്റ്റായി വളരുമെന്നും ലോകോത്തര നിലവാരം ഈ നമ്മുടെ നാടിൻ്റെ ചന്ദനത്തിന് ഉണ്ട് എന്നുള്ളതും, ഇത് കൃത്യമായി സയൻറ്റിഫിക്കലി ഇത് വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ 15 കൊല്ലം കൊണ്ട് റിട്ടേൺസ് കിട്ടുമെന്നൊക്കെ ഇവിടെ പഠനങ്ങൾ പുറത്ത് വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ രീതിയിലും ഫുള്ളി ഡെഡിക്കേറ്റഡായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യാൻ ആൾക്കാരില്ല. തൈ കൊടുത്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഇതിനു മുമ്പ് തന്നെ തൈകൾ കൊടുത്ത് അത് വിൽപ്പന നടത്തുന്നവരും അവർ ഒരു കൊല്ലത്തെ സർവീസ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ തീരെ നോക്കുന്നില്ല. അങ്ങനെ നോക്കുന്നവർക്ക് അവരെ അടുത്ത് സമീപിക്കാം. ചില ആൾക്കാർ പറയും 10 തൈ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് നമുക്ക് നോക്കാമല്ലോ. നോക്കാൻ പറ്റാത്തവർ ഇതിലേക്ക് വരണം എന്നുള്ളത് ആരെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് 10 തൈ നല്ല രീതിയിൽ കൊണ്ട് നടക്കാനും അതേപോലെ സയൻറ്റിഫിക്കലി നോക്കാനും സെക്യൂരിറ്റി കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ, നിങ്ങൾ ചെയ്തോളാം തന്നെ പറയണത്. നമ്മൾക്ക് സമയമല്ല, എന്നാൽ കുറച്ച് ക്യാഷ് നമുക്ക് ഉണ്ട്, ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇതിലേക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അവരെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത്. അല്ല എല്ലാവരെയും നമ്മളിലേക്ക് ക്ഷണിക്കുന്നില്ല. അവരോടൊക്കെ നമ്മൾ പറയുന്നത് 10 തൈ വീട്ടിൽ കൊണ്ടുവച്ചോ. അവർക്ക് നിങ്ങൾക്ക് തൈ തരാനോ ഒരു 6 മാസത്തെയോ ഒരു വർഷത്തെയോ സർവീസ് തരാനും ഫോണിലൂടെ പറഞ്ഞു തരാനൊക്കെ കുറേ ആൾക്കാരോട് ഉണ്ട് കേരളത്തിൽ. ഇത് കൺസിസ്റ്റൻ്റ് ആയി സയൻറ്റിഫിക് പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ ഇത് റിസൾട്ട് ഉണ്ടാവും. കൃത്യമായി നമ്മൾ വളർത്തി വലുതാക്കുന്ന മരത്തിന് നമ്മൾ സെക്യൂരിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കളവ് പോകുമെന്നുള്ളത് നിരന്തരമായ വാർത്തകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ അവസ്ഥയിൽ ഇതിനെ രണ്ടിനും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു കമ്പനി, ഒരു ടീമിനെ സെറ്റ് ചെയ്ത് ഇത് നാടിന് വേണ്ടി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും ഇതിലേക്ക് വരണം നമ്മൾ പറയുന്നില്ല. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാം. അല്ലാത്തവരെന്ത് ചെയ്യുക, വന്നോളൂ. അവർക്ക് വേണ്ടി ഫുള്ളി ട്രസ്റ്റ്ഫുൾ ആയിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയി ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിക്കൊണ്ട് ഈ സയൻറ്റിഫിക് പ്ലാന്റേഷനും ഈ സെക്യൂരിറ്റി സംവിധാനം ഉൾപ്പെടുത്തിക്കൊണ്ട് 15 കൊല്ലത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇതിൽ അസോസിയേറ്റ് ചെയ്തവർക്കും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഇനി വരാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഈ കേരളത്തിൻ്റെ റവല്യൂഷനിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ പ്രൊജക്റ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സംശയം വേണ്ട, നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാവുക, ഒപ്പം നിൽക്കുക, ബാക്കി നമ്മളോടുണ്ട്.